ഓക്കെ, ശരി. ശ്രീഹരിയൊക്കെ പോയോ? ശ്രീഹരിക്ക് ഇതിനകത്തുണ്ടായിരുന്നല്ലോ. ശ്രീഹരിയെ കാണാനില്ല. എന്റെ ക്ലാസ്സിനകത്ത് മുമ്പ് ഇരുന്നിട്ടുള്ള ആൾക്കാർ ആരുണ്ട്? ആതിര അല്ലാണ്ട് വേറെ ആരുണ്ട്? ശരണ്യ ഐലൈനിലായിരുന്നോ? അതെ സർ, മാർച്ച് ബാച്ചിലാണ്. മാർച്ച് ബാച്ചിലാണ്. ഓക്കെ. ഈ വർഷത്തെ മാച്ച് ബാച്ചാണ്? 2023 മാർച്ച് ബാച്ചാണോ? അതെ സർ, ഓൺഗോയിങ് ആണ്. ഓൺഗോയിങ് ആണ്. ഓക്കെ, ശരി. എനിക്ക് തമ്പനിയിലല്ല, ടൈല് കണ്ടിട്ട്, ടൈല് ചെറുതാണ്, കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. നേരിട്ട് അറിയായിരിക്കും. ശരി, അപ്പൊ നമ്മള് ബ്രേക്കിന് മുമ്പ് പറഞ്ഞു നിർത്തിയത്, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടാണ് നിർത്തിയത്. പോപ്പുലേഷൻ വേഴ്സസ് കമ്മ്യൂണിറ്റി. ഒരു ഹാഫ് ആൻ അവർ ഉണ്ടാവുള്ളൂ. പോപ്പുലേഷൻ വേഴ്സസ് കമ്മ്യൂണിറ്റി. അതിനുള്ളിൽ ഞാനൊരു ഇന്ററാക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് കോമ്പറ്റീഷൻ വേഴ്സസ് പ്രിഡേഷൻ. എവിടെയാണ് ലൈക്ക് ക്വസ്റ്റ്യൻ, പ്രിഡേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇന്ററാക്ഷൻ കാണാൻ സാധ്യത കൂടുതൽ പോപ്പുലേഷൻ എന്ന് പറയുന്ന ലെവലിനുള്ളിലായിരിക്കും, കമ്മ്യൂണിറ്റി എന്ന ലെവലിനുള്ളിലായിരിക്കും? നിങ്ങൾ ആൻസർ ആലോചിച്ചിട്ട് പറയും. ഓക്കെ ഓക്കെ ഓക്കെ, കമ്മ്യൂണിറ്റി. ബാക്കിയുള്ളവർ ആലോചിച്ചിട്ട് പറയും. ശരണി ആലോചിച്ചിട്ട് പറയും. പ്രിഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പ്രിഡേഷൻ എന്ന് പറയുമ്പോൾ, പ്രിഡേഷൻ മീൻസ് ഒരു ഓർഗാനിസം മറ്റൊരു ഓർഗാനിസത്തിനെ കൺസ്യൂം ചെയ്യുന്നു. പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു സെയിം ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പൊ ടൈഗർ ആണെങ്കിൽ ടൈഗർ മാത്രമേ ഉണ്ടാവുള്ളൂ. ലയൺ ആണെങ്കിൽ ലയൺ മാത്രമേ, നമുക്ക് ലയൺസിന് ചേർത്ത് മാത്രമേ നമുക്ക് പോപ്പുലേഷൻ വിളിക്കാൻ പറ്റുള്ളൂ. ഒരു ലയൺ വേറൊരു ലയണിനെ പ്രേ ചെയ്യോ? ഇല്ല. അവിടെ നടക്കുന്നത് എന്താണ്? കൂടുതലും കോമ്പറ്റീഷൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? പ്രിഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കമ്മ്യൂണിറ്റിക്കുള്ളിലാണ് കൂടുതൽ നടക്കുക. എന്ന് കരുതി കമ്മ്യൂണിറ്റിയിൽ കോമ്പറ്റീഷൻ ഇല്ല എന്നുള്ളതല്ല, നമ്മൾ അവിടുത്തെ മേജർ ഫാക്ടറാണ് പറയുന്നത്. ക്ലിയർ? അമ്മേ ക്ലിയർ? അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാണ്, കൺസിഡർ ദ ഫോളോയിങ് ലെവൽ ഓഫ് ഓർഗാനിസം, ലെവൽ ഓഫ് എക്കോസിസ്റ്റം, അല്ലെങ്കിൽ ഇൻ എ പെർട്ടിക്കുലർ ലെവൽ ഓഫ് എക്കോസിസ്റ്റം, competition is the main kind of interaction existing each other. The particular level consists of a group of same species. The level of ecosystem, level of ecology described in the above paragraph is population, community, species, something else. Answer എന്താ? ഡിസ്ക്രിപ്ഷൻ മനസ്സിലായോ എന്താന്നുള്ളത്? ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നുണ്ടോ? In a particular level of ecosystem, it is consisting of similar species of individuals where competition is the main kind of interaction between each other. Population. മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും? Am I clear? Okay. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം. ഫൈനലി കമ്മ്യൂണിറ്റിന്റെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. യൂഷ്വലി കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണോ അവിടുത്തെ ഡോമിനന്റ് വെജിറ്റേഷൻ, ആ ഡോമിനന്റ് വെജിറ്റേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ കമ്മ്യൂണിറ്റീനെ ലൈക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഡിസ്ക്രൈബ് ഇൻ ദ സെൻസ് അവിടെ കാണുന്ന മേജർ വെജിറ്റേഷൻ ഏതാണെന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, വി ഹാവ് ഗ്രാസ് ലാൻഡ് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ റെയിൻ ഫോറസ്റ്റ് കമ്മ്യൂണിറ്റി, ടുണ്ട്ര കമ്മ്യൂണിറ്റി. നമ്മൾ ടുണ്ട്ര എക്കോസിസ്റ്റം എന്ന് പറയാറുണ്ട്, റെയിൻ ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്ന് പറയാറുണ്ട്, ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം എന്ന് പറയാറുണ്ട്. ഇതൊക്കെ സെയിം. അവിടെ കാണുന്ന ഡോമിനന്റ് ആയിട്ടുള്ള സ്പീഷീസ് വെജിറ്റേഷൻ ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ കമ്മ്യൂണിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ദ കമ്മ്യൂണിറ്റി ഈസ് മെയിൻലി ഡിഫൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഡോമിനന്റ് വെജിറ്റേറ്റീവ് സ്പീഷീസ് ഫൗണ്ട് ദെയർ. ക്ലിയർ? ഓക്കെ അല്ലേ? ശരി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ ഒന്ന് പറഞ്ഞു നിർത്താം. കമ്മ്യൂണിറ്റി, ഇപ്പൊ നമ്മള് സ്പീഷീസ്, ഓർഗാനിസം പറഞ്ഞു, സ്പീസീസ് പറഞ്ഞു, പോപ്പുലേഷൻ പറഞ്ഞു, കമ്മ്യൂണിറ്റി പറഞ്ഞു. ഇപ്പോ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജോഗ്രഫിക്കൽ റീജിയൻ എടുത്ത് നോക്ക്.
ഇവിടെ റെയിൻ ഫോറസ്റ്റ് കാണാം, ഇവിടെ റെയിൻ ഫോറസ്റ്റ് കാണാം, ഈ ഭാഗത്ത് ഡെസിഡിയസ് ഫോറസ്റ്റ് കാണാം, ഈ ഭാഗത്ത് ഗ്രാസ് ലാൻഡ് കാണാം, ഇവിടെ ഡെസിഡിയസ് ഫോറസ്റ്റ് കാണാം. Can we term this as community 1, community 2, community 3, community 4, community 1 തന്നെയാണ് ഇവിടെ റെയിൻ ഫോറസ്റ്റ്. ഇങ്ങനെ പല 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 കമ്മ്യൂണിറ്റീസ് കാണുന്നില്ല ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്ത്? കാണുന്നില്ലേ? ഈസ് ദാറ്റ് ക്ലിയർ? ഈസ് ദാറ്റ് ക്ലിയർ? ഞാൻ കുറച്ചുകൂടി ക്ലിയറിറ്റി വരുത്താനായിട്ട് ഒരു വേൾഡ് മാപ്പ് വരയ്ക്കുകയാണേ. കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്താനായിട്ട് ഞാനൊരു വേൾഡ് മാപ്പ് വരയ്ക്കാം. പെട്ടെന്ന് ഞാൻ വേൾഡ് മാപ്പ് വരച്ച് തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നോർത്ത് അമേരിക്ക എടുത്തു, സൗത്ത് അമേരിക്ക എടുത്തു, ആഫ്രിക്ക, യൂറോപ്പ്, ഇന്ത്യ, ശ്രീലങ്ക, ഓസ്ട്രേലിയ എടുത്തു കഴിഞ്ഞാൽ ഈ റെയിൻ ഫോറസ്റ്റ് ഇവിടെ കാണാം, ഇവിടെ കാണാം, ഇവിടെ കാണാം റെയിൻ ഫോറസ്റ്റ്. അല്ലെങ്കിൽ ഇവിടെ ഏഷ്യൻ്റെ ഈ ഒരു ഭാഗത്ത് കാണാം. ഇവിടെയൊക്കെ കാണുന്നത് റെയിൻ ഫോറസ്റ്റ് ആയിരിക്കും. ഇവിടെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ടൈഗ എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് കാണുന്ന ഓർമ്മയുണ്ടോ? ടൈഗ നിങ്ങൾ ജോഗ്രഫിയിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ടൈഗ വെജിറ്റേഷൻസ് കാണാൻ കഴിയും നോർത്ത്. മീൻ ആ ഒരു കുറെ കൂടി അപ്പുറ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോഴത്തേക്ക് ടൈഗ കാണാനായിട്ട് കഴിയും. വോയിസ് ക്ലാരിറ്റി ഇല്ലേ? ആരെങ്കിലും ഒന്ന് വോയിസ് റെസ്പോണ്ട് ചെയ്യാവോ? വോയിസ് ക്ലാരിറ്റി ഉണ്ടോ? ക്ലിയർ ആണ് സർ. ഓക്കെ ഓക്കെ. അപ്പോൾ ടൈഗ വെജിറ്റേഷൻ കാണാം. ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെസേർട്ട്, ജോഗ്രഫി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, വെസ്റ്റേൺ സൈഡിലാണ് കൂടുതലും ഡെസേർട്ട് കാണുന്നത്. ഇന്ത്യയുടെ ഭാഗത്ത് ഡെസേർട്ട് കാണാം. ക്യാൻ വി കോൾ ദിസ് ആസ് ഡിഫറെന്റ് കമ്മ്യൂണിറ്റി? ഇപ്പൊ റെയിൻ ഫോറസ്റ്റിന് എല്ലാത്തിനെയും കൂടെ നമ്മളൊരു കമ്മ്യൂണിറ്റി 1 എന്ന് മാർക്ക് ചെയ്തു, ഡെസേർട്ടിന് എല്ലാം കമ്മ്യൂണിറ്റി 2 എന്ന് മാർക്ക് ചെയ്തു, ടൈഗേനെ കമ്മ്യൂണിറ്റി 3 എന്ന് മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തില്ലേ? ഈസ് ദാറ്റ് ക്ലിയർ? ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഈ ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസിനെ ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു പേര് വിളിക്കാം. എർത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസിന്റെ ഒരു ക്ലബ് ഉണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോം. ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റീസ് നോൺ ആസ് biomes. Am I clear? Group of communities known as biome. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ, വാട്ട് ഡിസ്ക്രൈബ് ബയോംസ്? അല്ലെങ്കിൽ ബയോം എന്ന് പറയുന്ന ഒരു റീജിയൻ, ഇത് ചെറിയ റീജിയൻ ആയിരിക്കും വലിയ റീജിയൻ ആയിരിക്കും ബയോംസ് എന്ന് പറയുന്നത്? ലാർജർ ആയിരിക്കും സ്മോളർ ആയിരിക്കും? നിങ്ങൾക്ക് പറയാനായിട്ട് കഴിയും. ബയോംസ് ലാർജർ. എന്ത് ഫാക്ടറാണ് ഒരു ബയോമിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്? നിങ്ങൾ ഇന്ത്യയുടെ ഭാഗം എടുത്തു നോക്കി, സൗത്ത് അമേരിക്കയുടെ ആഫ്രിക്കയുടെ ഈ ഭാഗം എടുത്തു നോക്കി, സൗത്ത് അമേരിക്ക എടുത്തു നോക്കി, ഏഷ്യയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ എടുത്തു നോക്കി, എന്താണ് ബയോമിനെ ഡിറ്റർമിൻ ചെയ്യുന്ന മേജർ ഫാക്ടർ? നിങ്ങൾക്ക് പറയാൻ കഴിയും. ബയോംസ് ആർ ഡിഫൈൻഡ് ബൈ വെജിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ വെജിറ്റേഷൻ ഈസ് ദ റിസൾട്ട്. വെജിറ്റേഷൻ നമ്മൾ എന്താന്ന് പറഞ്ഞത് കമ്മ്യൂണിറ്റിയുടെ ബേസിസിലാണ് വെജിറ്റേഷൻ പറഞ്ഞത്. ആ വെജിറ്റേഷൻ ഈസ് ദ റിസൾട്ട് ഓഫ്, അതാണ് നിങ്ങൾ പറയേണ്ടത്. ഒരു ബയോമിനെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ആർക്കാണ് ഫാക്ടർ? വെജിറ്റേഷൻ ഉണ്ടാവുന്നില്ല. വെജിറ്റേഷൻ ഉണ്ടാവുന്നത് എന്ത് കാരണമാണ്? റെയിൻഫോൾ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഇതൊക്കെ ചേർന്നിട്ടല്ലേ? ഇതിനെല്ലാത്തിനോട് ചേർത്തിട്ട് എന്തെന്നാ വിളിക്കുന്നത്? റെയിൻഫോളിനെയും ടെമ്പറേച്ചറിനെയും ഹ്യൂമിഡിറ്റിനെയും ഒക്കെ ചേർത്ത് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. യെസ്, നിങ്ങൾ ഓൾറെഡി പറഞ്ഞു. ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ്. Climatic factors. Oh, biomes are defined by what? Determined by what? Largely climatic factors. Okay, അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഈ ഡിഫറെന്റ് ബയോംസ് എല്ലാം കൂടെ ചേർന്നിട്ട് ഫൈനലി എവിടെയൊക്കെ ചെന്ന് നിൽക്കും? എവിടെ പോയി നിൽക്കും? നമ്മൾ ആ ടേം ഓൾറെഡി പറഞ്ഞു. എവിടെയൊക്കെ പോയി നിന്നു? ബയോസ്ഫിയർ. എക്സാക്ട്ലി. സോ ബയോംസ് 1, ബയോംസ് 2, ബയോംസ് 3, ബയോംസ് 4 ഒക്കെ ചേർന്ന് ഫൈനലി പോയി നിൽക്കുന്ന സ്ഥലമാണ് ബയോസ്ഫിയർ. എർത്തിന്റെ എല്ലാ സ്ഥലത്തും നമ്മൾ ടച്ച് ചെയ്തു. സോ ഈസ് ആർ ക്ലിയർ? നമ്മൾ ടച്ച് ചെയ്ത ഏരിയാസ് ഓക്കെ ആണോ? നമ്മൾ ഇന്ന് പഠിച്ച ക്വിക്ക് റിവിഷൻസ്, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു റിവിഷൻ പോലെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാണ്. ബേസിക് ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചു, ലൈക്ക് ദാറ്റ് ഓഫ്
എൻവയോൺമെന്റ്, ഹാബിറ്റാറ്റ്, ഇക്കോളജി, ഇക്കോസിസ്റ്റം, ബയോസ്ഫിയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ബേസിക് ഡിഫറൻസ് പറഞ്ഞു. റെയിൻ ഫോറസ്റ്റിന് യൂഷ്വലി റെയിൻ ഫോറസ്റ്റ് കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ നമുക്ക് പറയാം. റെയിൻ ഫോറസ്റ്റ് കമ്മ്യൂണിറ്റി, റെയിൻ ഫോറസ്റ്റ് ബയോം എന്ന് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതെല്ലാം റിലേറ്റീവ് കൺസെപ്റ്റ് ആണ്. നമ്മൾ എന്ത് പെർസ്പെക്റ്റീവിലാണ് പറയുന്നത് അനുസരിച്ചിരിക്കും. റെയിൻ ഫോറസ്റ്റിനെ ആരുമായിട്ടാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും റെയിൻ ഫോറസ്റ്റ് കമ്മ്യൂണിറ്റി ആണോ ബയോം ആണെന്ന് പറയുന്നത്. മനസ്സിലായോ അഞ്ജലി? ടു വിച്ച് വി കമ്പയർ റെയിൻ ഫോറസ്റ്റ്, അതിനെ ബേസ് ചെയ്തിട്ട് ഈ ടേം മാറിക്കൊണ്ടിരിക്കും. പക്ഷെ റെയിൻ ഫോറസ്റ്റ് കമ്മ്യൂണിറ്റി എന്നൊരു രീതിയിലാണ് നമ്മൾ പറയാറ്. സോ നമ്മൾ കുറച്ച് ബേസിക് ഡെഫിനിഷൻസ് പഠിച്ചു, കമ്പോണൻസ് ഓഫ് ഹാബിറ്റാറ്റ്സ് പഠിച്ചു, ബയോട്ടിക് അബയോട്ടിക് കമ്പോണൻസ് പഠിച്ചു, അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ്റെ നേച്ചർ പഠിച്ചു, പിന്നെ ലെവൽസ് ഓഫ് എക്കോസിസ്റ്റം പഠിച്ചു, ലെവൽസ് ഓഫ് എക്കോളജി പഠിച്ചു. നമ്മൾ അതിന് ലെവൽസ് ഓഫ് എക്കോളജി, ഇതാണ് നിങ്ങൾ പല എക്സാമ്പിളിലൂടെ പഠിച്ചത്. ലെവൽസ് ഓഫ് എക്കോളജി, അതിനുള്ളിൽ ഓർഗാനിസം, സ്പീഷീസ്, പോപ്പുലേഷൻ. അടുത്ത പറഞ്ഞു പോപ്പുലേഷൻ കഴിഞ്ഞ അടുത്ത ആരാ? കമ്മ്യൂണിറ്റി, ബയോം. മതി, ബയോം വരെ എത്തിയാൽ മതി, ബയോസ്ഫിയർ ആഡ് ചെയ്യണമെന്നില്ല. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓൾ ഓഫ് യു ക്ലിയർ? ഇപ്പൊ കുറച്ച് ഹോംവർക്ക് ഞാൻ തന്നിട്ടുണ്ട്. ആ ഹോംവർക്ക് ഇപ്പോൾ വൈറസ് ബയോട്ടിക് ആണോ അബയോട്ടിക് ആണോ എന്നുള്ളത് ആ വീട്ടിന് താഴെ പോയിട്ട് കമന്റ് ചെയ്താൽ മതി. നിങ്ങൾ റിവിഷൻ നടത്തുന്ന സമയത്ത് വേണമെങ്കിൽ അത് 2x ഒന്നുകൂടെ കണ്ടോ. ക്ലിയർ? ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ? ഓക്കെ അല്ലേ? ശരി. എന്തെങ്കിലും സജഷൻസ് ആർക്കെങ്കിലും പറയാനായിട്ടുണ്ടോ? വീഡിയോ ഓഡിയോ ക്വാളിറ്റി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനെ പറ്റി സജഷൻസ് പറയാനുണ്ടോ? ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ? ശരി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾ ഇത്രയും ഒന്ന് വായിച്ചു വെച്ചോ. NCERT എടുത്ത് വെച്ചിട്ട് ഇത്രയും വായിച്ചോ. NCERT ഞാൻ എടുത്ത് ഷെയർ ചെയ്യാം. NCERTയുടെ ഭാഗങ്ങൾ നിങ്ങൾ നോക്കി വയ്ക്കുക. ഓക്കെ, സോ അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. തൽക്കാലം ഇത്രയും മതി. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഓക്കെ, ശരി. CSAT സെഷൻസ്, CSAT സെഷൻസ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് CSAT സെഷൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഗ്രൂപ്പിനകത്ത് അനൗൺസ്മെന്റ് നടത്താം. CSAT സെഷൻസിനെ പറ്റിയിട്ട് അനൗൺസ്മെന്റ് നടത്താൻ ഉണ്ടാവും. ഓക്കെ, ഞാനത് ഗ്രൂപ്പിനകത്ത് അനൗൺസ് ചെയ്യാം.